ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ തുറന്നു വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഭക്തജനങ്ങൾക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതായി ഇടക്കാലത്തൊന്നും നാം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്ന പുതിയ വിവരം അനുസരിച്ച് ഈ കാണിക്ക നിലവിൽ വരികയാണ്. അപ്പോൾ ഇനി ഡിജിറ്റലായും ദേവസ്വം ബോർഡിലേക്ക് കോടികൾ ഒഴുകുമല്ലേ? ഈ കാണിക്ക പുതുതായിട്ട് നടപ്പാക്കുന്നതല്ല. നേരത്തെ ഇത് ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇത് താൽക്കാലികമായിട്ട് ഇടയ്ക്ക് നിർത്തിവെച്ചു. ഇപ്പോൾ അത് വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾക്ക് ശബരിമലയിലടക്കം വഴിപാടുകൾക്ക് ഇപ്പോൾ അപ്പ അരവണ വാങ്ങാനും ഒക്കെ ആയിട്ടുള്ള മറ്റു വഴിപാടുകൾക്കുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തി. അതുപോലെ ഈ കാണിക്കയും ഈ കാണിക്ക എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ വർഷമാണോ, ഞാൻ കൃത്യമായ ഡേറ്റ് ഓർക്കുന്നില്ല. അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ കാണിക്ക നമ്മൾ അമ്പലത്തിൽ കൊണ്ട് ഇടുന്നത്, ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുന്നത് നമുക്ക് ഡിജിറ്റലായിട്ട് അയച്ചു കൊടുക്കാം. ആ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ശരിയായ കണക്കുകൾ, വിശദമായ കണക്കുകൾ, ഓരോ ദിവസവും എത്ര രൂപ കിട്ടി, കാണിക്ക ഇനത്തിൽ എത്ര കിട്ടി, വഴിപാട് ഇനത്തിൽ എത്ര കിട്ടി, ഈ ഷീട്ട് എഴുതുമല്ലോ, അതൊക്കെ കൃത്യമായിട്ടും ആ കണക്കുകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വരുന്നില്ല. പലരും ആ കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളൊക്കെ കാണുകയും അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ കാണുകയും ചെയ്തപ്പോഴാണ് ഈ പേയ്മെൻറ്റ്, ഈ കാണിക്ക സംവിധാനം അവർ നിർത്തലാക്കിയത്. അല്ല, പല നാട്ടിലും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പർ എഴുതി അങ്ങ് വയ്ക്കും. അതെ, അങ്ങനെയുള്ള തട്ടിപ്പുകളും ഉണ്ട്. അപ്പോൾ അല്ല, അങ്ങനെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട്. കേരളത്തിൽ. അത് മാത്രമല്ല, വലിയ രീതിയിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയാണ് ഒരു പരിധിവരെ തട്ടിപ്പ് നടത്താനാണല്ലോ അതെ അതെ ഈ ദേവസ്വം ബോർഡ് തന്നെ. ഞാൻ അതിലേക്ക് വരാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയാണ് ഇത് നടപ്പാക്കിയിരുന്നത്. അതിപ്പോൾ വീണ്ടും പുനരാരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വരുമാനം ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസർ പരിശോധിക്കും. പിന്നെ ക്ഷേത്ര വരുമാനം ഇമെയിൽ, SMS വഴി ബാങ്ക് ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ട് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടുന്നതുകൊണ്ട് കുഴപ്പം വരില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കാണിക്ക പണം, നമ്മൾ നാണയങ്ങളാണ് കാണിക്കയായിട്ട് ഇടുന്നത്. സാധാരണ അങ്ങനെ നോട്ടുകൾ ആരും ഇടാറില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ വലിയ രീതിയിൽ ഈ പിടിപ്പണം ഇങ്ങനെ കൈകൊണ്ട് വാരി ഇടുന്നത് കൂടാതെ നോട്ടുകളും അങ്ങനെ വാരി ഇടും, കാണിക്ക. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല ക്ഷേത്രങ്ങളിലും വന്നിട്ട് ഈ പണം കൊണ്ടിങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞ് ആണ് സമർപ്പിക്കുന്നത്. അതായത് ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ, പാവങ്ങളുടെ പരിഹാരാർത്ഥം, ഒരു പ്രായശ്ചിത്തമായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഞാൻ അതിനൊരു ദ്രവ്യം ദേവന് സമർപ്പിക്കുന്നു. ഈ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണം, ഇനി ഞാൻ ഈ തെറ്റുകൾ ആവർത്തിക്കില്ല, ഈ ചെയ്തു പോയ തെറ്റുകളുടെ കർമ്മഫലം, പാപകർമ്മങ്ങളുടെ ഫലം അത് തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്ക് നൽകണം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാണ്. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ അതിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതിനപ്പുറത്തേക്കുള്ള അതിൻ്റെ യുക്തി നമ്മൾ പരിശോധിക്കുന്നില്ല. അതൊരു വിശ്വാസിയുടെ, ഒരു ഭക്തൻ്റെ സമർപ്പണമാണ്. അയാളുടെ ആ മനസ്സിൻ്റെ വലുപ്പവും ആ സമർപ്പണത്തിൻ്റെ കരുത്തുമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരാൾ തൻ്റെ ഈ തലയ്ക്കൊഴിഞ്ഞ് തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത്, അതൊരു ദ്രവ്യമായിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അതിൻ്റെ ആചാരത്തിനും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അതാണ് നല്ലത്. അതിപ്പോൾ അല്ലാതെ ഈ പേയ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അത് എത്ര കണ്ട് ശരിയാകും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വഴിപാട് നമുക്ക് സമ്മതിച്ചു, നമ്മൾ ഗൂഗിൾ പേ അവിടെ വെച്ചു, QR കോഡ് സ്കാൻ ചെയ്യാൻ വെച്ചു, അതിൽ സ്കാൻ ചെയ്ത് വഴിപാട് നമ്മൾ പിന്നെ 5 ബോട്ടിൽ അരവണ വാങ്ങിക്കുന്നു. ഒരു ബോട്ടിലിന് 20 രൂപ വെച്ച് അല്ലെങ്കിൽ 100 രൂപ വെച്ച് എത്രയെങ്കിലും ആകട്ടെ, 5 ബോട്ടിൽ അരവണ എത്ര രൂപയായി, ഇത്ര രൂപയായി, ശരി, സ്കാൻ ചെയ്തു, ആ പണം അവിടെ കൊടുത്തു, അതിൻ്റെ റെസിപ്റ്റ് തന്നു. നമ്മൾ ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഈ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അരവണ, 5 ബോട്ടിൽ അരവണ നമുക്ക് കിട്ടും. പൂജാദ്രവ്യങ്ങൾ ഇതൊക്കെ. പക്ഷെ കാണിക്ക നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കട്ടെ. കാരണം കാണിക്ക ഈ ദേവൻ്റെ ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും ഉപദേവതകളും ഏതാണോ അതുമായി ബന്ധപ്പെട്ട് ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്കപ്പെട്ടി വയ്ക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കാനാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം.
അതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ കാണിക്കപ്പെട്ടി വച്ചിരിക്കുന്ന അങ്ങനെയല്ല. അത് ഭക്തൻ്റെ മനസ്സ് ദേവന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ കൂടി ഒരു എന്താ പറയുക, ഒരു സ്വഭാവം അതിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ കാണിക്ക എന്ന് പറയുന്നത് എത്ര അത് ശരിയാകും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ മനുഷ്യരങ്ങനെയാണല്ലോ, വിശ്വാസത്തിൻ്റെ കാര്യം. അല്ല, എല്ലാരും അതിന്റെ ഭാഗമായാണ് പലരും നാണയത്തുട്ടുകളാണല്ലോ. അതെ, അതുകൊണ്ടാണ് ഈ നാണയത്തുട്ടുകളാണ് ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞ്, കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ വന്ന് ഈ തലയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നാണയത്തുട്ടുകൾ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇടും. അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഭണ്ഡാരപ്പെട്ടി തുറക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ ആ നാണയങ്ങൾ, അതിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നാണയങ്ങൾ അത്രയും കിട്ടും. അത് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ പൊതുവേ ഇങ്ങനെ പറയാറുണ്ട്, ഈ പിടിപ്പണം സമർപ്പിക്കുക, പിടിപ്പണം വാരുക എന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ക്ഷേത്ര അനുഷ്ഠാനങ്ങളുടെ, ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ഷേത്ര ചടങ്ങുകളുമായിട്ട് ബന്ധമുള്ളതാണ്. മറ്റു വഴിപാടുകൾ നടത്തുന്നത് പോലെ തന്നെ ഈ വഴിപാടുകൾക്ക് പണം നമ്മൾ അടയ്ക്കുന്നത് ഒരു പക്ഷേ ഈ തരത്തിൽ ഡിജിറ്റൽ പേയ്മെൻ്റ് ആയാൽ അതിന് കുഴപ്പമൊന്നുമില്ല. അത് കുറേ കൂടെ ക്ലിയർ ആയിരിക്കും, കണക്കുകളും കാര്യങ്ങളും. കാരണം ബാങ്കിലേക്ക് എത്ര തുക വന്നു എന്നും ഈ എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ആ വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷേ ശ്രീത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ദേവസ്വം ബോർഡിൻ്റെ താല്പര്യം, ദേവസ്വം ബോർഡുകൾക്ക് ക്ഷേത്രങ്ങളുടെ പുരോഗതിയോ ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വർധനവോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭക്തരുടെ സൗകര്യങ്ങളോ അവരുടെ ഈ ഭക്ത സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യമോ ഒന്നുമല്ല. ഒരാൾ എന്തുകൊണ്ടാണ് നിരന്തരം ക്ഷേത്രത്തിൽ പോകുന്നത്? തൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അവിടെയാണ്. ക്ഷേത്രത്തിൽ ചെന്ന് താൻ വിശ്വസിക്കുന്ന മൂർത്തിയുടെ മുന്നിലാണ് അതൊക്കെ സമർപ്പിക്കുന്നത്, ആ ദേവതയുടെ മുന്നിലാണ് അതൊക്കെ സമർപ്പിക്കുന്നത്, അല്ലേ? തൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയും ആത്മാവും എല്ലാം, തൻ്റെ സർവസ്വവും, തൻ്റെ സ്വത്തുക്കളും, തൻ്റെ ജീവൻ ഉൾപ്പെടെ എല്ലാം അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു മാനസിക ബലം, മനസ്സിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഈ ഭക്തൻ ചെയ്യുന്നത്. ആ കരുത്തുമായിട്ടാണ് അയാൾ ജീവിതത്തിലേക്ക് പടവെട്ടാൻ ഇറങ്ങുന്നത്. അവിടെ അയാളെ കാത്ത് അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്, ദുഃഖമുണ്ട്, സുഖമുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതിനെല്ലാം ഒരു സമമായി കണ്ടുകൊണ്ട് ദുഃഖത്തിൽ തകർന്നു പോകാതെ, സുഖത്തിൽ അഹങ്കാരിയാകാതെ, വിജയത്തിൽ അഹങ്കാരിയാകാതെ, പരാജയത്തിൽ നിരാശനാകാതെ ഒക്കെ ഇതിനെല്ലാം സമമായി കണ്ട് മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനെ, ഒരു ഭക്തയെ സഹായിക്കുന്നത് ഈ ക്ഷേത്രങ്ങളുടെ ഈ സങ്കല്പമാണ്. അപ്പോൾ ആ ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ അവിടെ നിന്ന് ആർജിക്കുന്ന ഒരു മനോബലമുണ്ട്. ആ മനോബലവും കൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കലാണ് ദേവസ്വം ബോർഡിൻ്റെ കടമ. ഒപ്പം അവിടെ ഈ പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പുരോഹിതന്മാരും തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിയും മറ്റുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കഴക പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ അവിടെ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. ക്ഷേത്രത്തിൽ ദീപാരാധനയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ വാദ്യോപകരണങ്ങൾ, അതുപോലെ ക്ഷേത്ര കലകളുണ്ട്. ക്ഷേത്രകലകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ ഭക്തനെ മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ ഉണർവിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കലാണ് ദേവസ്വം ബോർഡ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ അതാണോ നമ്മുടെ ദേവസ്വം ബോർഡുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഭക്തരിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പ്രധാന പ്രശ്നം. ഇവിടെ സ്വകാര്യ ട്രസ്റ്റുകളുണ്ട് ക്ഷേത്രങ്ങൾ നടത്തുന്ന. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം ഒരു സ്വകാര്യ ട്രസ്റ്റാണ്, അല്ലേ? അങ്ങനത്തെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവിടെയെല്ലാം എന്തെല്ലാം ദൈവിക പ്രവൃത്തികളും ജീവകാരുണ്യ പ്രവൃത്തികളും നൽകുന്നു. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, ആശുപത്രി നടത്തുന്നു, അതുപോലെയുള്ള ഒട്ടനവധി ആംബുലൻസുകൾ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഇത്തരം സ്വകാര്യ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഭഗവത്ഗീതയല്ലേ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഗീതാപഠനം. അതെ, ഗീതാപഠനം ഉണ്ടാകുമ്പോൾ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾ വരികയാണ്. പിന്നെ ഇത് എവിടെയാണ് പഠിപ്പിക്കേണ്ടത്? അതാണ് ചോദ്യം. ദേവസ്വം ബോർഡ് മതപാഠശാലകൾ നടത്തണമെന്നാണ് നിയമം. പക്ഷെ അങ്ങനെ എത്ര മതപാഠശാലകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്? ഏതൊക്കെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ അത് നടക്കുന്നുണ്ട് കൃത്യമായിട്ട്? ഈ കുട്ടികൾക്ക് ആഴ്ചയിലൊരിക്കലാണ് മതപാഠശാലയുടെ ക്ലാസ്.
ആ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്ക് തങ്ങളുടെ, അതായത് താൻ ജനിച്ചു വീണ ഏത് മതത്തിലാണോ അല്ലെങ്കിൽ ഏത് സമ്പ്രദായത്തിലാണോ താൻ ജനിച്ചിരിക്കുന്നത് അത് പഠിക്കാനുള്ള അവസരം ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? അതിനെക്കുറിച്ച് അത് അത് ആചരിക്കുകയോ ആചരിക്കാതിരിക്കുകയോ, അതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇങ്ങനെ ഒന്നുണ്ട് എന്ന് ആ കുട്ടിയെ അറിയിച്ചു കൊടുക്കണ്ടേ? അതിനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അങ്ങനത്തെ എന്ത് കർമ്മമാണ് ഇവിടെ ദേവസ്വം ബോർഡ് നടത്തുന്നത്? അപ്പോൾ ഇതിലൊക്കെ വലിയ വീഴ്ചകൾ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് കാണിക്കയായാലും വഴിപാടായാലും സംഭാവനയാണെങ്കിലും ഉത്സവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതിനപ്പുറത്തോ ഇപ്പുറത്തോ അവർ മറ്റൊന്നും നോക്കുന്നില്ല. കിട്ടുന്നത് കാട്ടിലെ തടി തേവരുടെ ആന, വലിയിട വലി എന്ന് പറയുന്നത് പോലെ ആണ് നമ്മുടെ ദേവസ്വം ബോർഡുകൾ മാറിയിരിക്കുന്നത്. നിരവധി അഴിമതി ആരോപണങ്ങൾ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേസുകൾ പലതും ഹൈക്കോടതിയിൽ പോയ ചരിത്രമുണ്ട്. ദേവസ്വം ബോർഡിന് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായ സംഭവങ്ങൾ പോലുമുണ്ട്. എന്തായാലും ഈ പുതിയ സംവിധാനം കാലത്തിനനുസരിച്ച് മാറണം. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻ്റ് ഒക്കെ കൊണ്ടുവരണം. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളുടെ ആ പവിത്രത നഷ്ടപ്പെടാതെ വേണം അതൊക്കെ ചെയ്യാൻ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമ്മളെ പാരമ്പര്യവുമായിട്ട് വളരെ ബന്ധമുണ്ട്, സംസ്കാരവുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, അതിനൊരു പവിത്രതയുണ്ട്. ആ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രാചാരങ്ങളിലും ചടങ്ങുകളിലുമൊക്കെ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ മാറ്റം വരുത്താൻ. അതുകൊണ്ട് തന്നെ ഈ കാണിക്ക പോലെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ആ പാരമ്പര്യത്തിന് വിരുദ്ധമായ ഒരു മാർഗത്തിൽ പോകാതെ ശരിയായ വിധത്തിൽ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ക്ഷേത്രം ബോർഡ് ദേവസ്വം ബോർഡ് ശ്രമിക്കേണ്ടത്.